നമസ്കാരം. നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊറോണ പേടി ഒഴിയുന്നില്ല. കൂടുതൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരുന്നു. കണ്ണൂരിൽ 2 പേർ നിരീക്ഷണത്തിൽ. പ്രദീപ് പുതുക്കുടിക്ക് കണ്ണൂർ വിട നൽകി. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. ഓർമ്മയായത് രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദത്തിനുടമ. കേളകം ഇരട്ടത്തോട് ആദിവാസി യുവാവ് മരിച്ചു. മരണം സംഭവിച്ചത് ഭക്ഷ്യവിഷവാതം മൂലമെന്ന് സംശയം. രവിയുടെ 2 മക്കളും ചികിത്സയിൽ. കൊറോണ ഭീതിയിൽ ലോകം. കൂടുതൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരുന്നു. കൊറോണ സംശയത്തിൽ കണ്ണൂരിൽ 2 പേർ നിരീക്ഷണത്തിൽ. ഉംറ കഴിഞ്ഞെത്തിയ 70-കാരിയും മലേഷ്യയിൽ നിന്നെത്തിയ യുവാവിനെയുമാണ് കണ്ണൂരിൽ നിരീക്ഷണത്തിലുള്ളത്. ആദ്യ പരിശോധനയിൽ ഇവർക്ക് കൊറോണ ഇല്ലെന്നാണ് വ്യക്തമായത്. എങ്കിലും ഇവർ പ്രത്യേക നിരീക്ഷണത്തിലാണുള്ളത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. കണ്ണൂരിന്റെ സമീപ പ്രദേശത്തുള്ളവരാണ് 2 പേരും. അതിനിടെ ഉംറ കഴിഞ്ഞെത്തിയ സ്ത്രീയെ ഉച്ചയോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കണ്ണൂർ 1 കണ്ണൂർ. പ്രദീപ് പുതുക്കുടി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദത്തിനുടമയായ അപൂർവ വ്യക്തിത്വത്തിനുടമയായ പുതുക്കുടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. തലശ്ശേരിയിൽ വിവിധ ഇടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. നിനച്ചിരിക്കാത്ത നേരത്ത് മരണം തട്ടിയെടുത്ത ജനപ്രിയ നേതാവ് പ്രദീപ് പുതുക്കുടിക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ച് തലശ്ശേരി യാത്രാമൊഴിയേകി. ജനറൽ ആശുപത്രിയിൽ നിന്ന് പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം CPI തലശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസായ NE ബാലറാം മന്ദിരത്തിൽ എത്തിച്ചപ്പോൾ സഹപാഠികളും സഹപ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി. ലാളിത്യം കൈവിടാതെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന പുതുക്കുടി രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയപ്പെട്ടവനായിരുന്നു. തെറ്റുകൾക്ക് നേരെ തുറന്നടിക്കുമായിരുന്ന അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമായിരുന്നില്ല. ദാരിദ്ര്യത്തിന് നടുവിൽ മുടങ്ങിപ്പോകുമായിരുന്ന പഠനം പാർട്ടി ഇടപെടൽ മൂലം തുടർന്നു. വിദ്യാർത്ഥി നേതാവ്, യുവജന നേതാവ് എന്നീ നിലകളിലെല്ലാം ജനപ്രീതിയാർജിച്ച പുതുക്കുടിയുടെ അകാലത്തിലുള്ള ദേഹവിയോഗം ഇടത് രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, MV ജയരാജൻ, K രാജൻ, P ജയരാജൻ, സത്യൻ മൊകേരി, സജീവ് മാറോളി, VA നാരായണൻ തുടങ്ങിയവർ NE ബാലറാം മന്ദിരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം ജില്ലാ കോടതി അങ്കണത്തിലെത്തിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാരും സഹപ്രവർത്തകരായ അഭിഭാഷകരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. പിണറായി പാർട്ടി ഓഫീസിലും എരുവട്ടി പെനാങ്കിമട്ടയിലെ വീട്ടിലും പൊതുദർശനത്തിനെത്തിച്ച ശേഷം പന്തക്കപ്പാറ പൊതുശ്മശാനത്തിൽ ഉച്ചയോടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂർ 1 തലശ്ശേരി. കണ്ണൂർ കേളകം ഇരട്ടത്തോട് അവശനിലയിൽ ആശുപത്രിയിലെത്തിച്ച ഗൃഹനാഥൻ മരിച്ചു. ഇരട്ടത്തോട് ആദിവാസി കോളനിയിലെ പുതിയ വീട്ടിൽ രവിയാണ് മരിച്ചത്. ഇയാളുടെ 2 മക്കളും ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അവശനിലയിലായിരുന്ന രവിയെ ഇന്ന് പുലർച്ചെയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രവി മരണപ്പെടുന്നത്. ഇയാളുടെ 2 മക്കളെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ യഥാർത്ഥ മരണകാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. കണ്ണൂർ 1 ഇരിട്ടി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 692 ഗ്രാം സ്വർണം പിടികൂടി. പെരിങ്ങത്തൂർ സ്വദേശി ഷഹീം പുതുക്കോടിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. പേസ്റ്റ് രൂപത്തിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പിടികൂടിയത്. രാവിലെ ദോഹയിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. പിടികൂടിയ സ്വർണത്തിന് 29,04,324 രൂപ വില വരും. തുടർച്ചയായ 2ാം ദിനമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടുന്നത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മധുസൂദന ഭട്ട്, സൂപ്രണ്ടുമാരായ VP ബേബി, രാജു നിക്കുന്നത്ത്, നന്ദകുമാർ S, ഇൻസ്പെക്ടർമാരായ മനോജ് യാദവ്, പ്രകാശൻ V, ദിലീപ് കൗശൽ, ഹബീബ് K, ഹെഡ് ഹവിൽദാർ തോമസ് സേവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വർണം പിടികൂടിയത്. കണ്ണൂർ 1 മട്ടന്നൂർ. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 32,000 രൂപയിലും ഗ്രാമിന് 4,000 രൂപയിലുമാണ് മഞ്ഞലോഹത്തിന്റെ വ്യാപാരം പുരോഗമിക്കുന്നത്. തുടർച്ചയായി 3ാം ദിവസമാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നത്. പവന് 760 രൂപയും ഗ്രാമിന് 95 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തുടർച്ചയായ 3ാം ദിവസമാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നത്. 3 ദിവസത്തിനിടെ പവന് 960 രൂപ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം പവന് 120 രൂപയും ഗ്രാമിന് 15 രൂപയുമാണ് കൂടിയത്. രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്.
അതേസമയം സംസ്ഥാനത്തെ വെള്ളിവിലയിൽ മാറ്റമില്ല. കിലോഗ്രാമിന് 48,700 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. തെങ്ങിൽ കയറിയ തൊഴിലാളിക്ക് താഴെ ഇറങ്ങാനാകാതെ വന്നതോടെ തുണയായി അഗ്നിരക്ഷാസേനയെത്തി. ഒടുവിൽ അതിസാഹസികമായി തൊഴിലാളിയെ താഴെയെത്തിച്ച് കയ്യടി നേടി അഗ്നിരക്ഷാസേന. പയ്യന്നൂർ മൂരിക്കോവിലെ ടി കുഞ്ഞികൃഷ്ണന്റെ പറമ്പിൽ തേങ്ങയിടാൻ തെങ്ങിൽ കയറിയതായിരുന്നു ലിതേഷ് എന്ന തെങ്ങുകയറ്റ തൊഴിലാളി. എന്നാൽ ലിതേഷിന് തെങ്ങിൽ നിന്നും താഴെ ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു. ഞൊടിയിടയിൽ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്ത് കുതിച്ചെത്തി. ഏണിയിലൂടെ തെങ്ങിൻ മുകളിൽ കയറിയ സേനാംഗങ്ങൾ ചെയർനോട്ടിലൂടെയാണ് ലിതേഷിനെ താഴെ ഇറക്കിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ CV ബാലചന്ദ്രൻ, PV ലിഗേഷ്, K ശ്രീജിത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ P രാധാകൃഷ്ണൻ, ഹോംഗാർഡുമാരായ PC മാത്യു, K ദിനേശൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ 1 പയ്യന്നൂർ. കണ്ണൂർ ചെറുപുഴയിൽ ക്വാറിയിൽ നിന്നും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് DYSP ക്രൈം സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. തിരുമേനി പെരുവട്ടത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിലായിരുന്നു പരിശോധന. പരിശോധനയിൽ നിയമാനുസൃതം സ്ഫോടനം നടത്താനുള്ള ലൈസൻസ് ഇല്ലാതെ പ്രതികൾ സ്ഫോടനം നടത്തിയതിനു ശേഷം ശേഷിച്ച 194 ഡിറ്റണേറ്ററുകളും ഫ്യൂസ് വയറുകളും ചെറുപുഴ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. ക്വാറിയിലെ തൊഴിലാളികളായ വിജയൻ, മുത്തലീബ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. DYSP ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ്, ഗിരീഷ്, മഹേഷ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M ഷാജിർ ഉദ്ഘാടനം ചെയ്തു. തീസിസ് സബ്മിഷൻ ഫീസ് വർധനവ് ഒഴിവാക്കുക, വിരമിച്ച അധ്യാപകരുടെ മാർഗനിർദ്ദേശത്തിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, MPhil ഗവേഷകർക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഈ വിഷയത്തിൽ UGC ഫണ്ട് കുറയ്ക്കുക മാത്രമല്ല, ഗവേഷണ വിദ്യാർത്ഥികളെ അടിമുടി ഇല്ലാതാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിഗണിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും M ഷാജിർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾക്ക് ഒരു കാലതാമസം വരരുത് എന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാന വിഷയമായി അവർ വെക്കുന്നത് അതിലൊന്ന് UGCയുടെ ഫണ്ടിന്റെ ഒരു കുറവാണ്. UGC ഫണ്ട് പരിപൂർണമായിട്ടും വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ഗവേഷക മേഖലയെ അടിമുടി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നതല്ല, ഈ ഇരുത്തമല്ല രാജ്യത്തെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരം. അത് നിങ്ങളിപ്പോൾ പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും മീഡിയയിലൊക്കെ കാണുന്നു. ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് K ആതിര അധ്യക്ഷയായി. AKRSA കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്രട്ടറി MB രാഗേഷ്, SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AP അൻവീർ, SFI ജില്ലാ പ്രസിഡന്റ് CP ഷിജു, AKRSA സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് രവി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര മഹോത്സവം മാർച്ച് 6 മുതൽ 13 വരെ 8 ദിവസങ്ങളിലായി നടക്കും. മാർച്ച് 6-ന് തന്ത്രി രാഗേഷിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 7 ശനിയാഴ്ച വൈകിട്ട് 6:30-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ ദിനങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുക്കും. എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികൾ ഉണ്ടാകുമെന്ന് തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ, ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് K അജിത് കുമാർ, C ഗോപാലൻ, രവീന്ദ്രൻ പൊയിലൂർ എന്നിവർ അറിയിച്ചു. മാർച്ച് 6-ാം തീയതി 11:25-നാണ് കൊടിയേറ്റം. കൊടിയേറ്റം നടത്തുന്നത് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കാൻ പോകുന്നത്. കണ്ണൂർ 1 തലശ്ശേരി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊറോണ പേടി ഒഴിയുന്നില്ല. കൂടുതൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരുന്നു. കണ്ണൂരിൽ 2 പേർ നിരീക്ഷണത്തിൽ. പ്രദീപ് പുതുക്കുടിക്ക് കണ്ണൂർ വിട നൽകി. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. ഓർമ്മയായത് രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദത്തിനുടമ.
കേളകം ഇരട്ടത്തോട് ആദിവാസി യുവാവ് മരിച്ചു. മരണം സംഭവിച്ചത് ഭക്ഷ്യവിഷവാതം മൂലമെന്ന് സംശയം. രവിയുടെ 2 മക്കളും ചികിത്സയിൽ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannur1.com സന്ദർശിക്കുക. കണ്ണൂർ വൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ വൺ കണ്ണടയ്ക്കുന്നില്ല. ഇനി കണ്ണൂരിൽ നിന്നൊരു രുചിക്കാഴ്ച കൂടി. കണ്ണൂർ പയ്യാമ്പലത്തെ ഉസ്മാനിക്കയുടെ കച്ചുകടയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങൾ ഏറെയാണ്. എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നറിയണ്ടേ? കണ്ണൂർ പയ്യാമ്പലത്ത് കടൽ കാണാനെത്തുന്നവർക്ക് വേനൽച്ചൂടിൽ വർഷങ്ങളായി ആശ്വാസം പകരുന്ന ഉസ്മാനിക്കയെ പരിചയപ്പെടാം. പൊള്ളുന്ന വെയിലാണ്. ഈ വേനൽ ചൂടിലും പയ്യാമ്പലത്തെത്തുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു കൂട്ടരെ പരിചയപ്പെടാം. ഇതാണ് കച്ചുകട. കഴിഞ്ഞ 18 വർഷമായി പയ്യാമ്പലം കടപ്പുറത്തെത്തുന്നവരുടെയെല്ലാം ഇഷ്ടകേന്ദ്രം. പ്രത്യേകിച്ച് വേനൽക്കാലമായതിനാൽ ഇവിടെ നല്ല തിരക്കാണ്. കടയുടമ ഉസ്മാനിക്കയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ല. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൈതച്ചക്കയും തുടങ്ങി ക്യാരറ്റ് വരെ ഈ കുഞ്ഞു കടയിൽ കാണാം. ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഉപ്പിലിടലല്ല കേട്ടോ. ഉസ്മാനിക്കയുടെ ഉപ്പിലിടലിന് ഒരുപാട് ചേരുവകൾ വേറെയുമുണ്ട്. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില തുടങ്ങി ഒരുപാട് ചേരുവകൾ. കടയ്ക്കെന്താ കച്ചുകട എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ ഉപ്പിലിട്ടതിന് തൊട്ടുകൂട്ടാൻ നൽകുന്ന ചേരുവയാണ് കച്ചെന്ന് മറുപടി. കച്ചുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാനിക്ക പറഞ്ഞില്ല. അത് രഹസ്യമാണത്രേ. എല്ലാവരും കച്ച ലൈക്കായിട്ടേ പറ. കച്ച ഫേമസ് ഇവിടുത്തെ ഓർഗാനിക് ടൈപ്പ് കച്ച, കെമിക്കൽ ഇല്ലാതെ സോസ് ഇല്ലാതെ സ്വയം ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത് ഒന്നും ചേർത്താതെ ഏതൊരു മായമില്ലാതെ ഉള്ള ഒരു കട. അത് ഉണ്ടാക്കാൻ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന സസ്പെൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. കച്ച പലത് കച്ചയുണ്ട്. സോസാക്കിയിട്ട് മുളക് പൊടി ഇട്ടിട്ട് കച്ചാക്കും. അത് കച്ചല്ല. ഒറിജിനൽ കച്ചി എന്ന് പറയുന്ന കച്ച അത് നല്ല ഒരു രീതിയിൽ ഉണ്ടാക്കണം. ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആക്കിയിട്ടാക്കണം. ദാഹിച്ച് പരവശരായി എത്തുന്നവർക്ക് പ്രത്യേക ചേരുവകൾ ചേർത്ത മോരിൻ വെള്ളവും തണ്ണിമത്തൻ വെള്ളവുമുണ്ട്. കുരുന്നുകൾക്ക് ഏറെ പ്രിയം കോയമ്പത്തൂരിൽ നിന്നെത്തിക്കുന്ന ലൊട്ടയും കച്ചുമാണ്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ കോയമ്പത്തൂരിൽ നിന്നെത്തിക്കുന്ന പ്രത്യേക ഇലയിൽ നിർമ്മിച്ച കുഞ്ഞു പാത്രങ്ങളിലാണ് വിളമ്പി നൽകുന്നത്. എന്തായാലും രുചിഭേദങ്ങൾ നിറച്ച് 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ വാടി വിളിക്കുന്ന തിരക്കേറിയ കണ്ണൂർ നഗരം കടന്ന് കുസൃതി കുരുന്നുകൾ മുതൽ പ്രായമേറിയവർ വരെ ഇവിടെ എത്തും ഉസ്മാനിക്കയുടെ ഈ കൈപുണ്യം നുകരാൻ. 40 വർഷങ്ങൾക്ക് മുൻപാണ് സേലത്ത് നിന്ന് ഉസ്മാനിക്ക കണ്ണൂരിലെത്തിയത്. പിന്നീട് തിരിച്ചു പോയില്ല. ഇവിടെ നിന്നും തന്നെ വിവാഹം ചെയ്തു. ഇപ്പോൾ മക്കൾ 4 എല്ലാവരും പഠിക്കുന്നു. ഇടയ്ക്ക് സഹായത്തിന് മക്കളും ഉണ്ടാകും. ഇനിയുമുണ്ടാകും ഉസ്മാനിക്ക ഈ പരന്നു കിടക്കുന്ന കടലമ്മയുടെ അരികിൽ. അല്പം ഒരു ഉല്ലാസത്തിനും ആശ്വാസത്തിനുമായി കടലമ്മയെ തേടിയെത്തുന്നവർക്ക് മറ്റൊരു ആശ്വാസമായി. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനോടൊപ്പം ഗായത്രി രാമചന്ദ്രൻ, കണ്ണൂർ 1.